BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. മുതിർന്ന അഭിഭാഷകൻ ഉജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിങ്ങനെ 4 പേരെയാണ് പുതിയതായി രാജ്യസഭയിലേക്ക് അയക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയും ഒപ്പം ഡൽഹിയിൽ നിന്നും S ശ്രീകാന്തും ചേരുകയാണ്. ശ്രീകാന്തെ, നിലവിൽ 4 പേരെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയാണ്. ഇതിൽ മലയാളികളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന വാർത്ത എന്നത് തീർച്ചയായും BJPയുടെ നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്തയെ വിശകലനം ചെയ്യാൻ സാധിക്കുക, ശ്രീകാന്ത്? ഗൗതം, 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആ ദിനമുണ്ട്. ഒരു പക്ഷേ രാജ്യത്താകമാനമുള്ള സംഘപരിവാർ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആഹ്ലാദകരമായ ദിനം ആയിരുന്നിരിക്കണം അത്. ഒരു പക്ഷേ അതുപോലെ അല്ലെങ്കിൽ അതിനു മുകളിലായി ഈ രാജ്യത്താകമാനമുള്ള സംഘപരിവാർ പ്രവർത്തകർ, കേരളത്തിലെ വിശേഷിച്ചുമുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക് അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഇത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ പോരാട്ട വീര്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് സി സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും മറ്റ് 3 പേർക്കൊപ്പമാണ് ചരിത്രകാരി മീനാക്ഷി ജെയിനുണ്ട്, ഹർഷവർദ്ധൻ ശൃംഗ്ലയുണ്ട്, ഉജ്വൽ നിഗമുണ്ട്. അങ്ങനെ പ്രമുഖരായ പ്രബലരായ 3 പേർക്കൊപ്പമാണ് സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും എന്ന പട്ടികയിൽ സി സദാനന്ദൻ മാസ്റ്ററെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ വെട്ടിയെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ നോക്കിയ CPIM-ന് തക്കതായ മറുപടിയാണ് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ BJP നൽകിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1994 ജനുവരി മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും അദ്ദേഹത്തെ റോഡിലേക്ക് തള്ളിയിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിമാറ്റി എറിയുകയാണ് ചെയ്തത്. എന്നിട്ടും അവർക്ക് അതിൻ്റെ കലി തീർന്നില്ല എന്നുള്ളതാണ്. അവർ ആ മുറിവേറ്റ ഭാഗങ്ങൾ ഇനി തുന്നിച്ചേർക്കാനാകാത്ത വിധം അവർ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ തന്നെ മുൻപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ബോംബേറടക്കം ഉണ്ടാക്കി പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പിന്നീട് പോലീസ് എത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് തുടങ്ങിയ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹം പല ഘട്ടങ്ങളിൽ ഓരോ മാധ്യമങ്ങളോടടക്കം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകം, കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പോരാടി നിന്നതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. ഏറ്റവും അടിത്തട്ടിലുള്ള നേതാക്കളുമായി, അടിത്തട്ടിലുള്ള പ്രവർത്തകരുമായി അങ്ങേയറ്റം ബന്ധം സൂക്ഷിക്കുന്ന, ഹൃദയബന്ധം സൂക്ഷിക്കുന്ന നേതാവ് എന്നതാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രത്യേകത. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അടുത്തിടെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. കോടതി പോലും ചില നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതുമാണ്. സദാനന്ദൻ മാസ്റ്ററുടെ ഈ സ്ഥാനലബ്ധി ഒരു പക്ഷേ ഹൃദയം കൊണ്ടായിരിക്കണം കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുണ്ടാവുക. ഞാനിന്ന് ഈ സംഭവം വന്നതിന് ശേഷം, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് പോയി നോക്കി. അതിലെല്ലാം തങ്ങൾക്ക് ഒരു സ്ഥാനം കിട്ടി എന്നുള്ള രീതിയിലാണ് ഓരോ പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സദാനന്ദൻ മാസ്റ്റർ എന്ന ജീവിക്കുന്ന രക്തസാക്ഷിയെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്, ഉദാഹരണം കൂടിയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും കേരളത്തിലെ CPIM-ന്റെ ക്രൂരത, കേരളത്തിലെ CPIM ഭീകരത, കണ്ണൂരിലെ നെടുങ്കോട്ടകളിൽ CPIM-ന്റെ നെടുങ്കോട്ടകളിൽ RSS-ന്റെ പ്രവർത്തനവുമായി കടന്നു കയറിയ ധീരത അതിതാ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. അത് കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം അതിന് റെക്കഗ്നിഷൻ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ഈ രാജ്യസഭാ മെമ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്നു, നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. സഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. 21-ാം തീയതി മുതൽ സഭാ സമ്മേളനം ആരംഭിക്കും. ആ ഘട്ടത്തിൽ സദാനന്ദൻ മാസ്റ്റർ, സി സദാനന്ദൻ മാസ്റ്റർ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകം രാജ്യസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനം.